ഹായ് ഫ്രണ്ട്സ്, +1 എക്കണോമിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം പ്രധാനമായി ഡിസ്കസ് ചെയ്തത് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ച എന്നോണം 4 ഗോൾസ് ഓഫ് 5 ഇയർ പ്ലാൻ, പഞ്ചവത്സര പദ്ധതികളുടെ 4 ലക്ഷ്യങ്ങൾ, ലാൻഡ് റിഫോംസ്, ഭൂപരിഷ്കരണം, ഗ്രീൻ റവല്യൂഷൻ, ഹരിത വിപ്ലവം എന്നിവയെക്കുറിച്ചാണ്. ലെറ്റ് us സ്റ്റാർട്ട് 4 ഗോൾസ് ഓഫ് 5 ഇയർ പ്ലാൻ. പഞ്ചവർണിയായി ഓരോ പഞ്ചവത്സര പദ്ധതിക്കും ഓരോരോ ലക്ഷ്യങ്ങളാണുള്ളത്. ചിലതിൻ്റെ ലക്ഷ്യം അഗ്രികൾച്ചർ ആയിരിക്കും, ചിലത് വ്യവസായമായിരിക്കും, ചിലത് ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരിക്കും. അങ്ങനെ പല പല ലക്ഷ്യങ്ങളാണ് ഓരോ പഞ്ചവത്സര പദ്ധതിക്കുമുള്ളത്. എന്നാൽ പൊതുവായിട്ട് പഞ്ചവത്സര പദ്ധതികൾക്ക് 4 ലക്ഷ്യങ്ങളാണുള്ളത്. അവ ഗ്രോത്ത് വളർച്ച, 2 മോഡേണൈസേഷൻ നവീകരണം, 3 സെൽഫ് റിലയൻസ് സാശ്രയത്വം, 4 ഇക്വിറ്റി നീതി. ഫസ്റ്റ് ഗോൾ ഓഫ് 5 ഇയർ പ്ലാൻ ഗ്രോത്ത്. Growth means economic growth. Economic growth means growth rate of GDP. GDP growth rate means growth rate of primary, secondary and tertiary sector. വളർച്ച എന്ന് പറഞ്ഞാൽ സാമ്പത്തിക വളർച്ച എന്നാണ് അർത്ഥം. സാമ്പത്തിക വളർച്ച എന്നാലോ GDPയുടെ വളർച്ച എന്ന് പറയാം. GDPയുടെ വളർച്ച എന്ന് പറഞ്ഞാൽ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളായ അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, സർവീസ് മേഖലകളുടെ വളർച്ച എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് എന്താണ് GDP എന്ന് പറയാം. GDP എന്നാൽ ഇറ്റ് ഈസ് ദ മണി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ കൺട്രി ഇൻ ദ ഡൊമസ്റ്റിക് ടെറിട്ടറി ഡ്യൂറിങ് എ ഇയർ. ഒരു രാജ്യം ഒരു വർഷം ആ രാജ്യത്തിൻ്റെ ആഭ്യന്തര പ്രദേശത്ത് ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ സാധന സേവനങ്ങളുടെയും പണമൂല്യമാണ് GDP. ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധന സേവനങ്ങളുടെ പണത്തിൻ്റെ രൂപത്തിലുള്ള മൂല്യമാണ് GDP എന്ന് പറഞ്ഞാൽ. ആസ് ആൻ എക്കണോമി ഗ്രോസ്, ദ കോൺട്രിബ്യൂഷൻ ഓഫ് അഗ്രികൾച്ചർ സെക്ടർ ടു GDP ഡിക്രീസസ് ആൻഡ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് സർവീസ് സെക്ടർ ടു GDP ഇൻക്രീസസ്. ഒരു രാജ്യം വികസിക്കുമ്പോൾ GDPയിലേക്ക് കാർഷിക മേഖലയുടെ സംഭാവന കുറയുകയും വ്യവസായ സേവന മേഖലയുടെ സംഭാവന കൂടുകയും ചെയ്യുന്നു. ഇന്ത്യയിൽ നമുക്കറിയാം, ഇപ്പോൾ അടുത്ത കാലത്തായി കാർഷിക മേഖലയിൽ ജോലിയെടുക്കുന്നവരുടെ എണ്ണവും കാർഷിക മേഖലയിൽ നിന്ന് കിട്ടുന്ന സംഭാവനയും കുറഞ്ഞു വരികയാണ്. ഇൻഡസ്ട്രി ആൻഡ് സർവീസ് മേഖലയുടെ സംഭാവന കൂടുന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യ വികസിക്കുന്നു എന്നതാണ് ഇതിനർത്ഥം. രണ്ടാമത്തെ ഗോൾ 5 ഇയർ പ്ലാൻ, രണ്ടാമത്തെ ഗോൾ മോഡേണൈസേഷൻ, നവീകരണം. നവീകരണം എന്ന് പറഞ്ഞാൽ അഡോപ്ഷൻ ഓഫ് ന്യൂ ടെക്നോളജി ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. സാധന സേവനങ്ങളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടി പുതിയ സാങ്കേതിക വിദ്യകൾ കൊണ്ടുവരുന്നതാണ് നവീകരണം. പഴയ വിദ്യകൾ ഒഴിവാക്കി പുതിയ യന്ത്രങ്ങളും കാര്യങ്ങളും കൃഷിയിലേക്ക് കൊണ്ടുവരിക, അതേപോലെ പല സംരംഭങ്ങളിലേക്ക് കൊണ്ടുവരിക, ഇതാണ് നവീകരണം. മൂന്നാമത്തെ ഗോൾ സെൽഫ് റിലയൻസ് സാശ്രയത്വം എന്ന് പറഞ്ഞാൽ റിലേയിങ് ഓൺ വൺ സെൽഫ് ഓർ റെഡ്യൂസിങ് ഡിപ്പെൻഡൻസ് ഓൺ അതേഴ്സ്. മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക, അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് നിലകൊള്ളുക എന്നർത്ഥം. ഫോർ എ കൺട്രി ഓർ ഇന്ത്യ, സെൽഫ് റിലയൻസ് മീൻസ് avoiding the imports of those goods which could be produced in that country itself. ഒരു രാജ്യം, എക്സാമ്പിൾ ഇന്ത്യ, സ്വാശ്രയത്വമുള്ള രാജ്യമായി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇന്ത്യയിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾ ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിച്ച് ക്രമേണ ഇറക്കുമതി കുറക്കുക എന്നർത്ഥം. ഇതിനെ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ, ഇറക്കുമതി ബദൽ എന്നും പറയാം. ലാസ്റ്റ് ഗോൾ, 4th ഗോൾ ഓഫ് 5 ഇയർ പ്ലാൻ ഇക്വിറ്റി, നീതി എന്ന് പറഞ്ഞാൽ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ എക്കണോമിക് പ്രോസ്പെരിറ്റി ഓഫ് എ കൺട്രി ഇൻ ടു റിച്ച് ആൻഡ് പുവർ സെക്ഷൻസ് ഓഫ് സൊസൈറ്റി ഇൻ പ്രപ്പോർഷൻ. സമൂഹത്തിലെ ദരിദ്ര ധനിക വിഭാഗങ്ങൾക്കിടയിൽ സാമ്പത്തിക നേട്ടങ്ങളുടെ ഫലങ്ങൾ അനുപാതമനുസരിച്ച് വീതിക്കുക എന്നതാണ് ഇക്വിറ്റി കൊണ്ട് അർത്ഥമാക്കുന്നത്. സമത്വം അല്ലെങ്കിൽ നീതി എന്ന് പറയും. അഥവാ സാമ്പത്തിക നേട്ടങ്ങൾ വരുമ്പോൾ ആർക്കാണോ കൂടുതൽ അത്യാവശ്യമായി വേണ്ടത് അവർക്ക് കൂടുതൽ അനുപാതം കൊടുക്കുക. ദരിദ്രർക്ക് അതിൻ്റെ നേട്ടങ്ങൾ കൂടുതൽ കൊടുക്കുക, ധനികർക്ക് അനുപാതമനുസരിച്ച് കുറഞ്ഞ രീതിയിലും കൊടുക്കുക.
ഇതാണ് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. അടുത്തതായി ലാൻഡ് റിഫോംസ്, ഭൂപരിഷ്കരണം. കാർഷിക മേഖലയിൽ ഇന്ത്യ ഗവൺമെൻറ് കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ഒരു നയമാണ് ഭൂപരിഷ്കരണം. നമുക്കറിയാം, ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ ധാരാളം ഭൂമി വൻകിട ജന്മിമാരുടെ കയ്യിലായിരുന്നു. ആ ഭൂമി ദരിദ്ര ജനങ്ങൾക്ക് കിട്ടേണ്ടതുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയുള്ളതാണ് ഭൂപരിഷ്കരണം. ഓക്കെ, നമുക്ക് പറയാം മോട്ടോ ഓഫ് ലാൻഡ് റിഫോംസ്. ഭൂപരിഷ്കരണത്തിൻ്റെ മുദ്രാവാക്യം ലാൻഡ് ടു ദ ടില്ലർ, കൃഷിഭൂമി കൃഷിക്കാർക്ക് എന്നാണ് ഇതിൻ്റെ മുദ്രാവാക്യം തന്നെ. കൃഷിഭൂമി ആർക്ക് കിട്ടണം? കൃഷിക്കാർക്ക് കിട്ടണം. 2 എയിംസ് ഓഫ് ലാൻഡ് റിഫോംസ്. ഭൂപരിഷ്കരണത്തിന് 2 ലക്ഷ്യങ്ങളുണ്ട്. അതിലൊന്ന് റെഡ്യൂസിങ് ഇൻഇക്വാലിറ്റീസ് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ്, ഭൂവിതരണത്തിലെ അസമത്വം കുറക്കുക. 2 റൈസിങ് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ത്രൂ ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി, ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിച്ച് കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്നാണ് ലക്ഷ്യം. അപ്പോൾ ഭൂപരിഷ്കരണത്തിൻ്റെ മോട്ടോ പറഞ്ഞു, 2 എയിംസ് പറഞ്ഞു. ഇനി പോളിസീസ് അഡോപ്റ്റഡ് ബൈ ദ ഗവൺമെൻറ് ടു ഇൻട്രൊഡ്യൂസ് ലാൻഡ് റിഫോംസ്. ഭൂപരിഷ്കരണം നടപ്പിലാക്കാൻ വേണ്ടി ഗവൺമെൻറ് കൊണ്ടുവന്ന പോളിസികൾ, നയങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ചർച്ച ചെയ്യാം. 1 അബോളിഷൻ ഓഫ് ഇൻ്റർമീഡിയറീസ് ലൈക്ക് ജമീന്ദാർസ്. അബോളിഷൻ ഓഫ് ഇൻ്റർമീഡിയറീസ് ലൈക്ക് ജമീന്ദാർസ്, ജന്മിമാരെ പോലുള്ള ഇടനിലക്കാരെ ഒഴിവാക്കുക. ഫിക്സിംഗ് സീലിംഗ് ഓൺ അഗ്രികൾച്ചറൽ ലാൻഡ്, കൃഷിഭൂമിക്ക് പരിധി നിശ്ചയിക്കുക. ഡിക്ലെയറിംഗ് ദ ലാൻഡ് എബവ് സീലിംഗ് ആ സർപ്ലസ് ലാൻഡ്, പരിധി വിട്ടുള്ള ഭൂമിയെ മിച്ചഭൂമിയായി പ്രഖ്യാപിക്കുക. റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ സർപ്ലസ് ലാൻഡ് ടു ദ ലാൻഡ്ലെസ് പീപ്പിൾ, അങ്ങനെ ഭൂമിയില്ലാത്ത ആളുകൾക്ക് ആ മിച്ച ഭൂമി വിതരണം ചെയ്യുക. അങ്ങനെ റൈസിംഗ് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ, കാർഷിക ഉൽപ്പാദനം കൂട്ടുക. വളരെ സിമ്പിൾ കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ജന്മിമാരെപ്പോലെ ഇടനിലക്കാരെ ഒഴിവാക്കുക, കൃഷിഭൂമിക്ക് പരിധി നിശ്ചയിക്കുക, പരിധി വിട്ടുള്ള ഭൂമി ആരുടെയും കയ്യിലുണ്ടെങ്കിൽ മിച്ചഭൂമിയായി പ്രഖ്യാപിക്കുക. ആ മിച്ചഭൂമി ആർക്ക് കൊടുക്കുക? സാധാരണ ദരിദ്ര കൃഷിക്കാർക്ക് കൊടുക്കുക. അങ്ങനെ കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക. എന്നാൽ ഭൂപരിഷ്കരണത്തിന് അതിൻ്റേതായ ദോഷങ്ങളുണ്ടായിരുന്നു. ദോഷം, ഡീമെറിറ്റ്. സം ബിഗ് ലാൻഡ് ലോഡ്സ് ചലഞ്ചഡ് ദിസ് ലോ ഇൻ കോർട്സ്. ചില വൻകിട ജന്മിമാർ ഈ നിയമത്തെ കോടതിയിൽ ചോദ്യം ചെയ്തു. ദിസ് ഡിലേഡ് ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ ലോ. ഇത് നിയമം നടപ്പിലാക്കാൻ കാലതാമസം നേരിട്ടു. ദ ഡിലേ വാസ് യൂസ്ഡ് ബൈ ദ റിച്ച് ഫാമേഴ്സ് ടു രജിസ്റ്റർ ദെയർ ലാൻഡ് ഇൻ ദ നെയിം ഓഫ് ദെയർ ക്ലോസ് റിലേറ്റീവ്സ്. ചില വൻകിട ജന്മിമാർ ഈ കോടതിയിലെ താമസം വന്നത് അവരുടെ ബന്ധുക്കളുടെ പേരിൽ ഈ ഭൂമി രജിസ്റ്റർ ചെയ്ത് നിയമത്തിൽ നിന്നും രക്ഷപ്പെട്ടു. ഇതാണ് ഭൂപരിഷ്കരണത്തിൻ്റെ ദോഷം. ചില ആളുകൾ ഭൂമി നഷ്ടപ്പെട്ടപ്പോൾ കോടതിയിൽ ചോദ്യം ചെയ്തു. കോടതിയിൽ നിന്നും നിയമമായി വന്നപ്പോഴേക്കും അതിനിടയ്ക്ക് ഇവരെന്ത് ചെയ്തു? ഇവരുടെ ഭൂമി സ്വന്തക്കാരുടെ പേരിൽ എഴുതി വെച്ച് നിയമത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. എങ്കിലും ഭൂപരിഷ്കരണം നല്ല രീതിയിൽ നടപ്പിലാക്കിയ 2 സംസ്ഥാനങ്ങളുണ്ടായിരുന്നു. ഒന്ന് കേരളം ആൻഡ് വെസ്റ്റ് ബംഗാൾ. അടുത്തത് ഗ്രീൻ റവല്യൂഷൻ, ഹരിത വിപ്ലവം. ഹരിത വിപ്ലവം എന്ന് പറഞ്ഞാൽ കാർഷിക ഉൽപ്പാദനത്തിൽ വന്ന വൻ വർധനവാണ് ഹരിത വിപ്ലവം. നമുക്കതിൻ്റെ ഡെഫിനിഷനിലേക്ക് അടക്കാം. ലാർജ് ഇൻക്രീസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് ഗ്രെയിൻസ് റിസൾട്ടിംഗ് ഫ്രം ദ ജുഡീഷ്യസ് യൂസ് ഓഫ് ഹൈ ഈൽഡിംഗ് വെറൈറ്റി സീഡ്സ്, ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ്, ട്രാക്ടേഴ്സ്, പമ്പ് സെറ്റ് ആൻഡ് റിലയബിൾ ഇറിഗേഷൻ ഫെസിലിറ്റീസ്. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളുടെ ഫലപ്രദമായ ഉപയോഗം, രാസവളം, കീടനാശിനികൾ, ട്രാക്ടറുകൾ, പമ്പ് സെറ്റുകൾ, വിശ്വസനീയമായ ജലസേചന സൗകര്യങ്ങൾ എന്നിവയിലൂടെ കാർഷിക ഉൽപ്പാദനത്തിൽ വന്ന വൻ വർധനവിനെ പറയുന്ന പേരാണ് ഹരിത വിപ്ലവം. കൃഷിയിൽ മുകളിൽ പറഞ്ഞ ഇൻഗ്രീഡിയൻസ്, ചേരുവകൾ എല്ലാം ഉപയോഗിച്ചപ്പോൾ കാർഷിക ഉൽപ്പാദനം ഇന്ത്യയിൽ ഗണ്യമായി വർദ്ധിച്ചു. അതാണ് ഹരിത വിപ്ലവം. ഹരിത വിപ്ലവത്തിന് 2 സ്റ്റേജുകളുണ്ടായിരുന്നു. ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഗ്രീൻ റവല്യൂഷൻ 1965 to 1975. ഈ സ്റ്റേജിൻ്റെ പ്രത്യേകത ഓൺലി
3 സ്റ്റേറ്റ്സ്, 3 സംസ്ഥാനങ്ങൾ മാത്രമേ ഹരിത വിപ്ലവം ഉണ്ടായിരുന്നുള്ളൂ. പഞ്ചാബ്, തമിഴ്നാടു, ആന്ധ്രാപ്രദേശ്. PTA എന്ന് പഠിച്ചാൽ മതി. ഓൺലി 1 ക്രോപ്പ് വീറ്റ്, ഗോതമ്പ് എന്ന ഒരു വിളയിൽ മാത്രമേ ആ സമയത്ത് ഹരിത വിപ്ലവം വ്യാപിച്ചിട്ടുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ ഘട്ടത്തിൽ 3 സംസ്ഥാനങ്ങൾ മാത്രം ഒരു വിളയിൽ മാത്രമേ ഉൽപ്പാദനം വർദ്ധിച്ചിട്ടുള്ളൂ എന്നർത്ഥം. സെക്കൻഡ് സ്റ്റേജ് 1975 to 1985, സ്പ്രെഡ് ടു മോർ സ്റ്റേറ്റ്സ് ആൻഡ് മോർ ക്രോപ്സ്. ഈ ഘട്ടത്തിൽ ഹരിത വിപ്ലവം ധാരാളം സംസ്ഥാനങ്ങളിലേക്കും ധാരാളം വിളകളിലേക്കും വ്യാപിച്ചു. ഹരിത വിപ്ലവത്തിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും കൂടി നമുക്ക് പരിചയപ്പെടാം. മെറിറ്റ്സ് ഓഫ് ഗ്രീൻ റവല്യൂഷൻ. ഇന്ത്യ ബിക്കെയിം സെൽഫ് സഫിഷ്യൻറ്റ് ഇൻ ഫുഡ് ഗ്രെയിൻസ്. ഇന്ത്യ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത നേടി. പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് ഗ്രെയിൻസ് ഇൻക്രീസ്ഡ്. ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദനം വർദ്ധിച്ചു. എക്സ്പോർട്ട് ഓഫ് ഫുഡ് ഗ്രെയിൻസ് ഇൻക്രീസ്ഡ്. ഭക്ഷ്യധാന്യങ്ങളുടെ കയറ്റുമതി വർദ്ധിച്ചു. ഇമ്പോർട്ട് ഓഫ് ഫുഡ് ഗ്രെയിൻസ് ഡിക്രീസ്ഡ്. ഭക്ഷ്യധാന്യങ്ങളുടെ ഇറക്കുമതി കുറഞ്ഞു. ഒരു വേള നമ്മൾ മറ്റു രാജ്യങ്ങളെ ഭക്ഷ്യധാന്യങ്ങൾക്ക് വേണ്ടി ആശ്രയിച്ചിരുന്നു. അങ്ങനെയുള്ള ആശ്രയത്വം കുറഞ്ഞു. റെഡ്യൂസ്ഡ് ഡിപ്പെൻഡൻസ് ഓൺ അതർ കൺട്രീസ് എന്നർത്ഥം. മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറഞ്ഞു എന്നർത്ഥം. അതുപോലെ സ്ട്രെങ്തൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. പൊതുവിതരണ സമ്പ്രദായം ശക്തിപ്പെടുത്താനായി. റേഷൻ കട, മാവേലി സ്റ്റോർ, ത്രിവേണി സ്റ്റോർ, നീതി സ്റ്റോർ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അങ്ങനെയുള്ള പൊതുവിതരണ സമ്പ്രദായം മെച്ചപ്പെടുത്താൻ കഴിഞ്ഞു. എങ്ങനെ? അധികം വരുന്ന ഉൽപ്പാദനം ഗവൺമെൻറ് ബഫർ സ്റ്റോക്ക് വഴിയായിട്ട്, ഗോഡൗണുകൾ വഴിയായിട്ട് കൃഷിക്കാരുടെ കയ്യിൽ നിന്നും ശേഖരിക്കും. അത് റേഷൻ കട വഴിയായിട്ട് ജനങ്ങൾക്ക് ലഭ്യമാക്കുകയും ചെയ്യും. ഇതാണ് ഹരിത വിപ്ലവത്തിൻ്റെ ഗുണങ്ങൾ. ലിമിറ്റേഷൻസ് ഓഫ് ഗ്രീൻ റവല്യൂഷൻ. ഹരിത വിപ്ലവത്തിൻ്റെ ദോഷങ്ങൾ. ഹൈ ഡോസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ് പോയ്സൺ ദ സോയിൽ. ഉയർന്ന തോതിലുള്ള രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിച്ചപ്പോൾ മണ്ണ് വിഷമുള്ളതായിട്ട് മാറി. ഇറ്റ് ബെനഫിറ്റഡ് റിച്ച് ഫാമേഴ്സ് മോർ, സോ ഇറ്റ് വൈഡൻ ദ ഗ്യാപ്പ് ബിറ്റ്വീൻ റിച്ച് ആൻഡ് പുവർ പീപ്പിൾ. ഇത് പണക്കാരായ കർഷകർക്കാണ് കൂടുതൽ പ്രയോജനപ്പെട്ടത്. അത് പണക്കാരും പാവങ്ങളുമായ കൃഷിക്കാർ തമ്മിലുള്ള അന്തരം വർദ്ധിപ്പിച്ചു. ഇൻക്രീസ്ഡ് യൂസ് ഓഫ് മെഷീനറി കോസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ്. വർദ്ധിച്ച തോതിലുള്ള മെഷീനറി, യന്ത്രങ്ങൾ ഉപയോഗിച്ചപ്പോൾ അത് തൊഴിലില്ലായ്മയിലേക്ക് നയിച്ചു. ഇൻ ദ ഫസ്റ്റ് സ്റ്റേജ് ഇറ്റ് വാസ് ഓൺലി വീറ്റ് റവല്യൂഷൻ. ആദ്യഘട്ടത്തിൽ ഇതൊരു ഗോതമ്പ് വിപ്ലവം മാത്രമായിരുന്നു. അതേപോലെ ദ HIV സീഡ്സ് പ്രോൺ ടു അറ്റാക്ക് ഇൻസെക്ട്സ് ആൻഡ് പെസ്റ്റ് എന്ന് പറയുന്ന അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിച്ചപ്പോൾ വിത്തുകൾ കീടബാധയുള്ളതായി മാറി. ഓക്കെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ ക്ലാസ് മുഴുവനും പ്രധാനപ്പെട്ടതാണ്. 4 ഗോൾസ് ഓഫ് 5 പ്ലാൻ, ലാൻഡ് റിഫോംസ്, ഗ്രീൻ റവല്യൂഷൻ. 2 ചോദ്യം ഇന്നത്തെ ക്ലാസ്സിൽ നിന്നും പബ്ലിക് എക്സാമിന് ഉറപ്പാണ്. ഇതിൻ്റെ വിശദീകരണം താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി ഗുഡ് ബൈ.